മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജിടെക്കിൻ്റെ സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ടാണ്. ഇത് ആക്ച്വലി നമ്മുടെ എപ്പിസോഡ് 6 ആണ്. നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് നമ്മളൊരു ആംപ്ലിഫയർ ചെയ്യുന്നതിൻ്റെ കോമ്പണൻസ് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എപ്പിസോഡ് 6 ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ജിടെക്കിൻ്റെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ സ്വിച്ചാണ് നമ്മുടെ ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ആദ്യം പറയാം. ഏകദേശം 640 രൂപയോളമാണ് ആയിട്ടുള്ളത്. കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല, കാരണം വാങ്ങിച്ചിട്ട് കുറേ നാളായി, 6-7 മാസത്തോളമായി. 2000 വാട്ട്സ് ആണ് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള പവർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പവർ ഉള്ള യൂസേജ് ഈ ഒരു സർക്യൂട്ടിൽ കൂടെ നടക്കും. ബോക്സിനുള്ളിൽ എക്സ്ട്രാ കണക്റ്റേഴ്സും ബാറ്ററി കണക്റ്റേഴ്സും അതിൻ്റെ പ്ലാസ്റ്റിക് കേസിങ്ങും അവർ തന്നിട്ടുണ്ട്. നമ്മൾ 2-3-4 എക്സ്ട്രയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. കാരണം ഇതുപോലുള്ള സോൾഡറിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ട്രിവാൻഡ്രം തകരപ്പറമ്പിലുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നാണ്. പേര് ഓർക്കുന്നില്ല, കാരണം കുറേ നാളായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു പി സി ബിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. വളരെ ചെറുതായിട്ട് മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് എ സി ഇൻപുട്ട് കൊടുക്കുന്നത്. എ സി ഇൻ ലൈന് ന്യൂട്രലിന് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലൈവ് വയറും ന്യൂട്രൽ വയറും കൊടുക്കുക. SW എന്ന് എഴുതിയിരിക്കുന്നത് സ്വിച്ചാണ്, സ്വിച്ചിൻ്റെ കണക്ഷനാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പുറത്ത് നമുക്ക് എ സി ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ട്രാൻസ്ഫോമർ കൊടുക്കുക, ലൈവും ന്യൂട്രലും. ഒരു 10 ആംപിയറിൻ്റെ ഫ്യൂസ് അവർ ഈ ഒരു സർക്യൂട്ടിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഫ്യൂസ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. 30 ആംപിയറിൻ്റെ ഒരു റിലേ ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ പി സി ബി ഒക്കെ ബ്ലാക്ക് പി സി ബിയിൽ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഈ ഒരു ബോർഡ് അവർ ചെയ്തിട്ടുള്ളത്. ജിടെക്കിൻ്റെ ബ്രാൻഡിങ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ട്രാക്കൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് മെയിൻ സപ്ലൈ പോകുന്ന ട്രാക്കെല്ലാം നല്ല ഹെവി ആയിട്ട് എക്സ്ട്രാ ലെഡ് ഇട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തു. ഇപ്പോൾ ആ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് മാത്രം അറിയുന്നവർക്ക് പോലും കൊടുക്കാൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സർക്യൂട്ട് അവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു സർക്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ഈ ഒരു സിസ്റ്റം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമറിൻ്റെ കോയിലിന് ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റായിട്ട് പതുക്കെ അതിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 NTC തെർമിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ടായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അതായത് നമ്മുടെ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ സബിൻ്റെ സെക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സാണ്. ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം നമ്മുടെ ട്രാൻസ്ഫോമർ എന്തായാലും ഷോർട്ടായിരിക്കും. ആ ഒരു ഷോർട്ടായിരിക്കുന്ന സമയത്ത് ട്രാൻസ്ഫോമറിന് കണ്ടിന്യൂസ് ആയിട്ട് ഉടൻ തന്നെ കംപ്ലൈൻറ്റ് ആവുന്നല്ല, കുറേ നാളുകൾക്ക് യൂസ് കഴിയുമ്പോഴത്തേന് ട്രാൻസ്ഫോമറിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാർജ് ചെയ്യുന്ന സമയം ഈ NTC വഴിയായിരിക്കും നമുക്ക് സപ്ലൈ വളരെ കുറഞ്ഞൊരു വോൾട്ടേജ് പോയിട്ട് ആ കപ്പാസിറ്റർ ചാർജ് ആവുകയായിരിക്കും ചെയ്യുക. അതിനുശേഷം ഈ റിലേ വഴിയായിരിക്കും നമുക്ക് മെയിൻ സപ്ലൈ പോവുക. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ലൈഫ് കൂട്ടാനായിട്ട് ഈ ഒരു സർക്യൂട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. ഇതിൽ തന്നെ നമുക്കൊരു LED വെച്ചിട്ടുണ്ട്, ഒരു ഗ്രീൻ LED, നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഓൺ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ ആംപ്ലിഫയറിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടാണ് നമ്മുടെ ആംപ്ലിഫയർ ചെയ്തെടുക്കുന്നത്. 25 ആംപിയറോളം നമ്മുടെ ആംപ്ലിഫയറിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫോമറിൽ തന്നെ വന്നിട്ടുണ്ട്. വാട്ടേജ് നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം നമുക്കൊരു 800+ വാട്ടേജ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും കൂടി ഉപയോഗിക്കുന്നുണ്ട്. നോർമലി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല, എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രാൻസിസ്റ്റർ ഷോർട്ട് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേർണലി കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് DC ഡയറക്റ്റ് നമ്മുടെ ബോക്സിലേക്ക് ചെല്ലാൻ ചാൻസ് വളരെ കൂടുതലാണ്, ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ബോക്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് യൂസ് ചെയ്തെങ്കിലേ കഴിയുള്ളൂ. അപ്പം അതിന് നമുക്ക് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമുക്ക് എക്സ്ട്രാ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നോർമലി ആ കേസിലും ഇത് ഹെവി ആയിട്ട്, അതായത് എന്തെങ്കിലും ഷോർട്ടേജ് ഒക്കെ സംഭവിക്കുന്ന സമയത്തും ഈ പറയുന്ന തെർമിസ്റ്ററുകൾ ഷോർട്ടായിട്ട് മീൻസ് ബേൺ ഔട്ടായിട്ട് ഹെവി ഹീറ്റ് ആവുന്ന സമയത്ത് ഇത് ബേൺ ഔട്ട് ആയിട്ട് സർക്യൂട്ട് അവിടെ ബ്രേക്ക് ആവാറുണ്ട്. പക്ഷേ നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സ്ട്രാ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും കൂടി നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമലി ഇതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ, എങ്കിലും ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും മറ്റേത് സ്പീക്കറിൻ്റെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ 2 പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ എന്തായാലും നമ്മുടെ ആംപ്ലിഫയറിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോമ്പണൻസ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. നോർമൽ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. ജിടെക്കിൻ്റെ ഒരു നല്ലൊരു സോഫ്റ്റ് സ്റ്റാർട്ടർ ബോർഡ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ നമുക്കതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. നമ്മുടെ ആമ്പിൻ്റെ വർക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇനി എപ്പിസോഡുകൾ വരാനുണ്ട്.
മറ്റ് കമ്പോണൻസ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ആംപ്ലിഫയർ ബോർഡ് അതുപോലെ തന്നെ സ്റ്റീരിയോ ബോർഡ് എല്ലാം കാണിച്ചുകൊണ്ടുള്ള എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.